മഹാനായ കഅബുൽ അഹ്ബർ എന്ന് പറയാണ്, അള്ളാഹു മൂസാ നബിയോട് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? അത്തുഹിബ്ബു അല്ലാ യനാലക മിൻ അത്ഷി യൗമൽ ഖിയാമ, പരലോകത്ത് ദാഹമില്ലാതിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മൂസാ നബിയോട് അള്ളാഹു ചോദിക്കുക, പരലോകത്ത് ദാഹം ഉണ്ടാകരുത്, കാരണം അർശിന്റെ താഴെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സൂര്യന്റെ താഴെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദാഹം ഉണ്ടാകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മൂസാ നബി സ്വാഭാവികമായിട്ടും എന്തേ മറുപടി പറയുള്ളൂ? അതേ എന്നേ മറുപടി പറയുള്ളൂ. മൂസാ നബി പറഞ്ഞു. അപ്പൊ അള്ളാന്റെ മറുപടി എന്താണ്? ഫഅക്സിരി സ്വലാത്ത് അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഗുണം പരലോകത്ത് ദാഹം ഉണ്ടാവില്ല എന്നത് മാത്രമല്ല, 10 ഗുണങ്ങൾ സാധാരണഗതിയിൽ കിട്ടും എന്ന് രേഖപ്പെടുത്തി വെച്ചതുണ്ട്. സ്വലാത്ത് ചെല്ലുന്നതോടുകൂടി നമുക്ക് ഒരു സ്വലാത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ 10 ഗുണങ്ങൾ ഇങ്ങോട്ട് കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വലാത്ത് എന്ന് പറയുന്നത് അല്ലാഹു തആല അത്രയ്ക്കും ആദരിച്ച കാര്യമല്ലേ. പരിശുദ്ധ ഖുർആന്റെ 6666 ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിലെവിടെയും സ്വലാത്തിനെ പരിഗണിച്ചതുപോലെ മറ്റൊന്നിനെയും പരിഗണിച്ചതായി കാണൂല. അള്ളാഹു നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറയുന്നില്ല. എന്നാൽ ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും അവൻ്റെ മലായികത്തുകളും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. അള്ളാഹിൻ്റെ കൽപ്പന, അള്ളാഹിൻ്റെ കൽപ്പനയാണിത്. അപ്പോൾ ഇതുപോലെ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുന്നില്ല, നോമ്പ് അനുഷ്ഠിച്ചതുപോലെ അനുഷ്ഠിച്ചു എന്നുമില്ല. അപ്പോൾ ഈ സ്വലാത്ത് കൊണ്ടെല്ലാം പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് നിസ്കാരങ്ങൾ ഖളായിപ്പോയി, തീരെ നിസ്കരിക്കാത്തതിനെ കുറിച്ചല്ല, നിസ്കാരങ്ങൾ ഖളായിപ്പോയി, അതുപോലെ നമുക്ക് സ്വലാത്തുകളെ കൊണ്ട് പരിഗണിക്കാൻ പറ്റും. എങ്ങനെ? അത് അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടും, അല്ലാതെ വേറെ ഉടായി പരിപാടിയൊന്നുമില്ല. നമ്മൾ ഇഷ്ക് മൂത്ത് റസൂലുള്ളാഹിനോടുള്ള ഒരു മഹബത്ത് പ്രകടിക്കുമ്പോൾ അല്ലാഹു തആല നമ്മുടെ ഇഷ്ടം വെക്കും. അതാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ശീലാണ് ധാരാളം ധാരാളം സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്വലാത്ത് ചെല്ലുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ സ്വലാത്ത് അതുപോലെ മദഹ് ചൊല്ലുക, സ്വലാത്ത് അതിൽ ഇതൊക്കെ വരും. മദഹ് നമ്മൾ പറയുന്നത് കേൾക്കുന്നത് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആ മദഹിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താം. അതിന് പ്രത്യേക സമയമല്ലല്ലോ. ഹൈലുള്ളൊരു പെണ്ണിനെ സ്വലാത്ത് ചെല്ലാലോ, ആ പെണ്ണിനെ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. സ്വലാത്തില്ലേ കൂടെ ചൊല്ലാം, എപ്പോഴും ചൊല്ലാം. വുളൂ വേണോ? വേണ്ട. നടത്തത്തിൽ ചൊല്ലാം, ഇരുത്തത്തിൽ ചൊല്ലാം, എപ്പോഴും ചൊല്ലാം. അങ്ങനെ വേറെ ഒന്നുമില്ല. ദിക്ർ ചെല്ലുന്ന സമയത്ത് ചില അദബുകളുണ്ട്, ഇസ്തിഗ്ഫാർ ചെല്ലുമ്പോൾ ചില അദബുകളുണ്ട്. സ്വലാത്ത് ചെല്ലുമ്പോൾ ഒരു അദബും പറഞ്ഞില്ല. ചാടിയിട്ട ചെല്ലണ അങ്ങനെ ചൊല്ലിക്കോ, കടന്നിട്ട ചൊല്ലണ, എങ്ങനെയും സ്വലാത്ത് ചെല്ലാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനാഘോഷം വരുമ്പോൾ അതിനെന്ത് ചെയ്താലും അത് അധികമാവില്ല. നബിദിനത്തിന് ഇസ്രാഫില്ല എന്നാണ്, ദൂർത്തില്ല. നബിദിനത്തിന് എന്ത് ചെയ്താലും മതിയാവില്ല. നമ്മുടെ കാനരക്കാട് മൊത്തം ലൈറ്റ് ഇട്ടു, അധികമാവുമോ? അധികമാവില്ല. 1,00,000 ആളുകൾക്ക് ഫുഡ് കൊടുത്തു, അധികമാവുമോ? അധികമാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിനെന്തില്ല, അതിനൊരു ഹദ്ദില്ല, ഒരച്ചല്ല. നമുക്ക് എങ്ങനെയും ചെയ്യാന്നുള്ളതാണ്. അല്ലാഹു തആല അത്തരത്തിലുള്ള മഹബത്തുള്ള ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലത്തെ ആയിഷ ഉമ്മ പറഞ്ഞല്ലോ, വമൻ അഹബ്ബൻ നബിയ അക്സറ മിനസ് സ്വലാത്തി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചാൽ അവിടത്തേക്ക് ധാരാളം ധാരാളം സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിയാൽ വസമറത്തുൽ വസൂലു ഇലാ ശഫഅത്തിഹി വസുഹബത്തിഹി ഫിൽ ജന്ന, അതിനുള്ള ഫലം എന്താണ്? ധാരാളം സ്വലാത്തില്ല, അതിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അവിടുത്തെ ഷഫാഅത്തിലേക്കും സ്വർഗത്തിൽ അവിടുത്തെ കൂടെ ഇങ്ങനെ കൂട്ടുകൂടി ഇരിക്കാൻ പറ്റുന്നൊരവസരമായിട്ട് അത് തീരും എന്നാണ്. സ്വലാത്തില്ലാൽ ഷഫാഅത്തും കിട്ടും, റസൂലുള്ളാഹിന്റെ കൂടെ എങ്ങനെ ഇരിക്കാൻ പറ്റും? അത് നമ്മളീ പറയും പോലെ അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബി തങ്ങൾ ഒരിക്കലും ഇങ്ങനെ നടന്നുകൊണ്ട സമയത്ത് ഒരു യതീമായ കുട്ടി ഇങ്ങനെ വഴിയിലെക്കുക. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കരയുക. തങ്ങളാ കുട്ടിനെ പിടിച്ച്, എന്തിനാ മോനെ ഈ കരയുന്നേ? എൻ്റെ ഉമ്മ മരിച്ചു, ഉപ്പ മരിച്ചു, എനിക്ക് ആരുമില്ല, എനിക്ക് വസ്ത്രമില്ല എന്നൊക്കെ പറഞ്ഞു. തങ്ങളാ കുട്ടനെ നേരെ വിളിച്ച്
വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാനാണ് നിൻ്റെ ഉപ്പ, ഇതാണ് നിൻ്റെ ഉമ്മ, ഫാത്തിമ നിൻ്റെ സഹോദരിയാണ്, അലി നിൻ്റെ ആരാണ് പിതൃ സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞ് നിനക്ക് എല്ലാവരും ഉണ്ട്, ഹസൻ ഹുസൈൻ അവരാരാണ് നിൻ്റെ കൂട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ചു കൊടുത്തു. ഈ കുട്ടി കരഞ്ഞുകൊണ്ടാണ് കൂട്ടുകാരടിയിൽ നിന്ന് പോകുന്നത്. അപ്പം നേരെ തിരിച്ച് കൂട്ടുകാരടിക്ക് ചിരിച്ചോണ്ട് പോവാ. അപ്പം ചോദിക്കുക, നീ എന്താ ചിരിക്കുന്നേ, ഇത്ര നേരം കരയായിരുന്നല്ലോ. അവ പറഞ്ഞു, എനിക്കിപ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ടല്ലോ. ആരാ നിൻ്റെ ഉപ്പ? എൻ്റെ ഉപ്പ റസൂലുള്ളയാണ്. അപ്പം ഈ ഒപ്പമുള്ള കുട്ടികൾ പറഞ്ഞു, എന്ത് എന്നാൽ യുദ്ധത്തിൽ ഞങ്ങളുടെ ഉപ്പയും കൂടെ മരിച്ചാൽ മതിയായിരുന്നു പറഞ്ഞു. കാരണം ഈ റസൂലുള്ള ഞാൻ നിൻ്റെ ഉപ്പയാണെന്ന് റസൂലുള്ള പറഞ്ഞല്ലോ, ഒന്നും കിട്ടാനില്ല. അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുട്ടിനെ വളർത്തുന്നുണ്ട്. അങ്ങനെ വളർത്തിയിട്ട് തങ്ങൾ വഫാത്തായ സമയത്ത് ഈ കുട്ടി പിന്നെയും കരയുക, മണ്ണിലൊക്കെ ആകെ കടന്നുകൊണ്ട് ഞാൻ വീണ്ടും യതീമായല്ലോ, ഞാൻ വീണ്ടും അനാഥനായല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ചേരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ സ്വഹബത്താണ്. അതുകൊണ്ടാണ് പ്രമുഖ സ്വഹാബിവർ എന്നോട് ചോദിച്ചു, അവരൊക്കെ ഭയങ്കര വളവന്മാരാണ്, നമ്മളെ പോലെയല്ല. അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടേ? റസൂൽ ചോദിച്ചു, റസൂൽ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തരാം. അപ്പോൾ എന്ത് ചോദിച്ചാലും തരുമെന്ന് ചോദിച്ചു. എന്ത് ചോദിച്ചാലും തരുമെന്ന് പറഞ്ഞു. അന്നെന്താ ചോദിക്കുന്നതാണ്. അപ്പോൾ നിസ്തസ്ക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗത്തിൽ തങ്ങളുടെ അടുത്തൊരു സീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ച്, അത്രക്ക് വേണോ? തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, അത്രക്ക് വേണോ? വേണം, കുറക്കൂല, നമ്മൾ കുറക്കൂല പറഞ്ഞു. അപ്പോൾ അവർ കിട്ടുന്ന ചാൻസ് നേരെ മറിച്ച് അവിടെ വേറെ എന്തൊക്കെ ചോദിക്കാം, നമ്മളാണെങ്കിൽ പല കാര്യങ്ങളും ചോദിക്കും. സ്വർഗത്തിൻ്റെ കുട്ടികൾ വേണം, അത് വേണം, ഇത് വേണം, എനിക്ക് റോൾസ് റോയ്സ് വേണം, അത് പല ചർച്ച ഉണ്ടാവും. ഒറ്റ ചോദ്യം ഒരൊറ്റ വാക്കിൽ നിർത്തി. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് സീറ്റ് വേണം എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? തങ്ങളുടെ തൊട്ടടുത്ത് വേണമെന്ന്. അവിടെ എന്തായാലും അടി ഉണ്ടാവുക, കാരണം സിദ്ദീഖ് തങ്ങളല്ല തൊട്ടടുത്തുണ്ടാവുക, തൊട്ടടുത്ത് ചേർന്ന് തന്നെ വേണം. യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിർത്തുന്ന സമയത്ത് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. സവാദ് റളിയല്ലാഹു അൻഹു എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പം തങ്ങൾ എന്ത് ചെയ്തു, തങ്ങളുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ഈ വടി പിടിച്ച് സവാദ് തങ്ങളെ ഒന്ന് ബാക്കിലോട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, ഇറക്കി കൊടുത്തു. ആ സെഫ് ഇങ്ങനെ കൃത്യമായി നിൽക്കാൻ വേണ്ടി ഇറക്കി കൊടുത്ത്. തങ്ങൾ പിന്നെ ഒരിക്കലും പള്ളിയിൽ നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ തീർക്കണം എന്ന് പറഞ്ഞു. സവാദ് തങ്ങൾ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് പ്രശ്നമുണ്ട് കാരണം. ഉമർ തങ്ങൾ വാളപ്പത്തിനൂരി. കാരണം തങ്ങളടുത്ത് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം, ഇവനാരാ? അതാണ് ഉമർ തങ്ങളുടെയൊക്കെ കൽബിലുള്ളത്. സവാദങ്ങൾ എനിക്ക് പ്രശ്നമുണ്ട്. അപ്പം എന്താ പ്രശ്നം? റസൂല പരിഗണിച്ചു. റസൂൽ എല്ലാവരും പരിഗണിക്കും, ഒരാളെയും നിരാകരിക്കൂല, ആര് പറഞ്ഞും കേൾക്കും. അപ്പം എന്താ സംഭവം? അപ്പം നേരെ പറഞ്ഞ്, അതെ അന്ന് യുദ്ധത്തിന് പോയ സമയത്ത് നിങ്ങൾ സെഫ് റെഡിയാക്കാൻ നിർത്തിയപ്പോൾ ഒരു വടി എടുത്ത് എൻ്റെ വയറിലോട്ട് അമർത്തിരുന്നു, എനിക്കത് വേദനിച്ചിട്ടുണ്ട് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മുഖം മാറിപ്പോയി. കാരണം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തങ്ങൾ പറഞ്ഞ്, എന്താ കഫാറത്ത് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സവാദങ്ങൾ പറഞ്ഞു, എനിക്ക് തിരിച്ചു ചെയ്യണം. സ്വഹാബത്തിൻ്റെ ഗണത്തിലുള്ള ആളുകളുടെയൊക്കെ ക്ഷമ കിട്ടുപോയി. എന്തിവർ പറയണേ, എങ്കിലും അങ്ങനെയൊന്നുമല്ല. എന്നിട്ടും അടുത്തത് പറഞ്ഞേ, അപ്പോൾ റസൂൽ ആയിക്കോട്ടെ എന്നാ വാന്ന് പറഞ്ഞു. അപ്പം നേരെ സവാദങ്ങൾ അടുത്ത കണ്ടീഷൻ വെച്ചു. എന്താ കണ്ടീഷൻ വെച്ചറിയോ? തങ്ങൾ എന്നെ വടി കൊണ്ട് വയറിൽ തള്ളിയല്ലോ, അന്നേരം ഞാൻ ഡ്രസ്സില്ലാതെ നിന്നിരുന്നത്, കമ്മീസില്ലാതെ. അപ്പം തങ്ങൾ കമ്മീസ് മാറ്റണം എന്ന് പറഞ്ഞു. സ്വഹാബത്തിൻ്റെ ക്ഷമ എത്രയായി നോക്കണം. അവിടെ ഉമർ തങ്ങളൊക്കെ പൊട്ടിത്തെറിച്ച സമയമാണ്. സവാദങ്ങൾ പറഞ്ഞ് കമ്മീസ് മാറ്റണം എന്ന്. തങ്ങൾ കമ്മീസ് മാറ്റി കൊടുത്തു. യാ റബ്ബി, എന്ത് കാഴ്ചയാണ് നോക്കിങ്ങൾ. റസൂലുള്ളാഹിന്റെ യാ അല്ലാഹ്, കാണാൻ വേണ്ടിയൊന്നുമല്ല, സവാദങ്ങൾ ചില്ലറക്കാരനൊന്നുമല്ല. അതിലെന്ത് ചെയ്തു, റസൂലുള്ളാഹിന്റെ മുഖം കണ്ടാൽ തന്നെ കണ്ണ് മഞ്ഞളിച്ചു പോയില്ലേ. അപ്പോഴാണ് റസൂലുള്ളാഹിന്റെ ശരീരം കാണണേ. ഇത് കണ്ട് സവാദങ്ങൾ നേരം ചെന്നു. സവാദങ്ങൾ ഷർട്ടൂരി ഒറ്റ കെട്ടിപ്പിടിക്കാൻ പിടിച്ച്. എന്നിട്ട് സവാദങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇനി എന്തായാലും എൻ്റെ ശരീരം മണ്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം റസൂലുള്ളാഹിന്റെ ആ തൊലിയും ആ ഒരു ശരീരത്തിൻ്റെ ഭാഗവും സവാദങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗവും ഒരുമിച്ചില്ലേ, ഇനി എങ്ങനെ മണ്ടതുമ്പോൾ കയറുക? കാരണം അത് റസൂലുള്ള തൊട്ട ശരീരമായില്ലേ. മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയാണ് അവർ റസൂലുള്ളാഹിനെ ട്രീറ്റ് ചെയ്തതെന്നുള്ളതാണ്. ചില്ലറൊന്നുമല്ലല്ലോ അത്, ഇതൊരു സംഭവമാണ്. ഇത് ഒരാളെ കുറിച്ചെന്നല്ല. നമ്മൾ ഈ ക്ലാസ് നേരം വെളുക്കോളം പറഞ്ഞാൽ ഇത് എടുക്കത്തൂല. ഇതിപ്പോൾ നമ്മൾ ഖദീജമ്മനെ കുറിച്ച് പറഞ്ഞു നോക്കി തീരൂലല്ലോ. ഫാത്തിമാവിനെ കുറിച്ച് പറഞ്ഞു നോക്കി എവിടെ തീരാനാ?
സിദ്ദീഖ് തങ്ങളെ കുറിച്ച് ഉമർ, ഇങ്ങനെ പ്രമുഖരായ സ്വഹാബത്തിനെ എടുക്കണ്ട, പ്രമുഖരല്ലാത്തവരെ എടുത്തു നോക്കി, എന്നാലും തീരൂല. കാരണം അത്രത്തോളം ഒരു മനുഷ്യനെ സ്നേഹിക്കുക. സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പം ഇല്ല, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, മഹാനായ മുത്തബിയ സുന്ന മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോണ സമയത്ത് വഴിയിൽ നിന്ന് ഇങ്ങനെ തല മാറ്റി. അപ്പം എന്തിനാ തല മാറ്റി? മുമ്പ് റസൂലുള്ളത് വഴി പോയപ്പോൾ തല മാറ്റി, ഞാനും മാറ്റി. അതാണ് മഹബത്ത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെല്ലാ രൂപത്തിലും മഹബത്ത് വലിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ ഈ മോതിരം ധരിക്കേണ്ടത് ചെറുവിരലിലാണല്ലോ, അത് റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ. അത് നമ്മൾ മറ്റൊരു വിരൽ ധരിച്ചിട്ട് നമുക്ക് അത് അറിയാം, ഇത് മറ്റേ വിരലല്ല ഇതാണെന്ന്. പക്ഷെ നമുക്കവിടെ മാറ്റാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം, എന്തെങ്കിലും വിഷയമായിരിക്കാം. പക്ഷെ സ്വഹാബത്തിനെ സംബന്ധിച്ചുള്ള അവർ വിരൽ മുറിച്ചാലും അത് മാറ്റും. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്താണ്. അല്ലാഹു തആല അങ്ങനെ മഹബത്തുള്ളവരിൽ സാധുക്കളായ നമ്മളെയൊക്കെ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 8:10. ഇത് സമയം പെട്ടെന്ന് ഓടുകയാണല്ലേ, പെട്ടെന്ന് സമയം ഓടിക്കൊണ്ടിരിക്കുക. അല്ലാഹു തആല നമ്മുടെ സമയത്തിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പം നമ്മൾ റബീഉൽ അവ്വലിലോട്ട് കിടക്കുക. അപ്പം ഈ സമയത്ത് നമുക്ക് മഹബത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളെപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. അതിന് ഏറ്റവും നല്ല വഴിയാണ് നേരത്തെ മൂസാ നബിയോട് പറഞ്ഞതുപോലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന സംഭവം. ഇനി ഒരാൾ സ്വലാത്ത് ചെല്ലുമ്പോൾ എണ്ണം പിടിച്ചില്ല എന്നാലും സ്വലാത്ത് അല്ലല്ലോ. അങ്ങനെ നമ്മൾ സ്വലാത്ത് അങ്ങനെ ചൊല്ലി ഇരിക്കുമ്പോൾ ഒരിക്കലും റസൂലുള്ളാഹിനെ കാണും. അല്ലാഹു തആല കാണിച്ചു നൽകുമാറാകട്ടെ. കണ്ട പിന്നെ അതോടെ നിർത്തൂല. ഫസ്റ്റ് വേണമെന്ന് നമ്മളെന്താ ചിന്തിക്കുക, എങ്ങനെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ, ഇങ്ങോട്ടൊന്ന് കണ്ടു കിട്ടി, ഇനി നമ്മളെന്താ ചിന്തിക്കുക, ഇനി എപ്പോഴാണ് കാണുക, പിന്നെ അങ്ങനെ മാറും. കാരണം ഇത് കണ്ടൊരു പൂതി മാറണ്ടേ, ഈ മുഖം കണ്ട് പൂതി ഇങ്ങോട്ട് മാറണ്ടേ. മദീനത്ത് പോയ ഒരാൾ തിരിച്ചു പോരൂലല്ലോ. പോരുമ്പോൾ തേങ്ങി കരയും, നിലവിളിക്കും ഇരുന്നിട്ട്. അവിടെ നിന്ന് ഇങ്ങനെ ആ വിമാനം ഇങ്ങനെ പൊന്തുമ്പോൾ കൽബ് ഇങ്ങനെ പൊട്ടും. ഇതൊന്നും പോകാതെ ഇവിടെ തന്നെ ഒരു ഖബറാണ് കിട്ടിയിരുന്നെങ്കിൽ, പോലീസുകാർ പിടിച്ചുകൊണ്ട് വിടൂല എന്തെങ്കിലും. ഇപ്പം മദീനത്തൊന്നും ഇപ്പം നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത്ര ആളുകൾ അവിടെ വന്ന് നിൽക്കും. മഹബത്തിൻ്റെ അടരുകളാണ്. അതങ്ങനെ പറഞ്ഞാൽ തീരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിരക്കും വിടൂല.